ഞാനിന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഫിഷ് മസാലകളൊക്കെ ചേർത്ത് നേരത്തെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലും സവാളയും ചേർത്ത് സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇതിലേക്ക് തന്നെ ആവശ്യത്തിന് വെള്ളവും ഓയിലും ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് നെയ്ച്ചോറ് വേവിച്ച് മാറ്റി വെച്ചു. ഇനി ഇതേ കുക്കറിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, മല്ലിച്ചപ്പ്, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നേരത്തെ ഫ്രൈ ചെയ്തതിൽ തലഭാഗം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് 2 വിസിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല തയ്യാറായി. ഇനി ഈ ദമ്മ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മസാല നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫിഷ് ഫ്രൈ ചെയ്തതും വെച്ച് പിന്നെ നമുക്ക് നെയ്ച്ചോറും 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും മല്ലിച്ചപ്പും ചേർത്ത് 2 ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.